അയാൾക്ക് വേറെ സംഭവമൊന്നുമില്ല. കുടിയെന്ന് അങ്ങനെ ഒരു കളിയാക്കി വിളിക്കില്ല. കുടിയൊക്കെ കേരളത്തില് ഇലക്ട്രിസിറ്റിക്ക് വില കൂട്ടി, മിൽമ പാലിന് വില കൂട്ടി, ബസ് കാശിന് സമരം ഉണ്ടായി. എല്ലാവരും പോയി സർക്കാരിനെതിരെ സമരം ചെയ്തല്ലോ. മദ്യത്തിന് വില കൂട്ടിയപ്പോ ഞങ്ങൾ അനങ്ങിയോ? ഒരക്ഷരം ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. ഞങ്ങള് സ്കൂളിൽ പോലും പിള്ളേര് അസംബ്ലി അത്ര അച്ചടക്കത്തിൽ ബിവറേജിൽ നിൽക്കണമെന്നാണ് നിൽക്കുന്നത്. എന്റെ കുടിയെ അടിയേ അല്ലെങ്കിൽ കിന്നാരം പറയാൻ വന്നേക്കണം. ആളുകൾ സംസാരിക്കുമ്പോൾ കിന്നാരം പറയാം. അത് പോട്ടെ, അതൊരു വിഷയം. അത് പോട്ടെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഫോമയുടെ പരിപാടി ഞാൻ കരുതി അടിച്ച് ഫോമായി അവരുടെ പരിപാടി. അതാണ് ഞാൻ ഓടി കയറിയത്. അപ്പൊ എനിക്കൊരു പാട്ട് പാടുന്നൊരു മോഹം. ഞാൻ പാട്ട് പാടും. എനിക്ക് SMS ഒന്നും വേണ്ട, കയ്യടി മാത്രം മതി. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 1-ാം തീയതി മദ്യം കിട്ടില്ല. നിങ്ങൾക്കറിയോ? സഹിക്കില്ല. പക്ഷെ മദ്യം കിട്ടാണ്ട് വരുമ്പോ ഞങ്ങളെ പോലെ കുടിയന്മാരുടെ ചങ്കിനകത്തൊരു വിഷമം ഉണ്ടാവും. പല കവികൾക്കും പല ഭാവനയാണ്. ഞങ്ങൾ കുടിയന്മാർക്ക് ഒരു ഭാവനയുള്ളൂ. ആ ഭാവന വെച്ച് ഞാൻ ഒരു പാട്ട് പാടും. നമ്മളെല്ലാവരും ഏറ്റുപാടും. നേരത്തെ പറഞ്ഞാൽ SMS വേണ്ട, ഓൺലി ഹാൻഡടി, കയ്യടി. ഓക്കെ. 1-ാം തീയതിയായാല് കൈവറക്കണമ്മ, പാറു തുറക്കാഞ്ഞ പ്രാന്തെടുക്കണമ്മ. 1-ാം തീയതിയാല് കൈവറക്കണമ്മ, പാറു തുറക്കാഞ്ഞ പ്രാന്തെടുക്കണമ്മ. അത്തായം വേണോട് നിനക്ക് ഓസിയർ വേണോട്. അത്തായം എന്റെ കള്ള അത്തായം വേണ്ടെനിക്ക് അപ്പ. കിട്ടുമെങ്കിൽ ഞാൻ അടിച്ചെന്നെ. അപ്പൊ ഓക്കെ, അടിപൊളി. ചേച്ചി, ചേട്ടൻ അവിടെ ഉണ്ടാ? ഇല്ലടാ, കേറി പോര്. ഞാൻ ഇല്ലാന്നും കരുതി എന്റെ വീട്ടിലേക്ക് വന്നതാ. ഭാര്യനെ കാണാം. ഇപ്പൊ കേറി വരുമ്പോ കാണാൻ ചമ്മണത്. ആരും കൊണ്ടുവന്നിട്ടാ ചമ്മി പോയി. ഐ ആം റിയലി സോറി. എന്നോട് സോറി പറഞ്ഞു. സത്യത്തിൽ നീ നേരത്തെ വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാവാറാണ്. ഞാനിവിടെ ഉണ്ടായിപ്പോയി. ഐ ആം റിയലി സോറി. ചേട്ടാ, ഇവിടുത്തെ ചേച്ചിനെ ഞാനൊരു സഹോദരിയെ പോലെയാണ് കാണുന്നത്. എന്റെ പൊന്നു മോനെ, അങ്ങനെ പറയണോ? എനിക്ക് ഭയങ്കര പേടിയാ. എന്താ? എടാ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള വീട്ടില് സഹോദരന്മാരെ പോലെ എന്ന് പറഞ്ഞു വന്നോ വരെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളു. ഇതെന്താ ചേട്ടാ അങ്ങനെ? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? 14 കൊല്ലം മുമ്പ് ഞാനൊരു സഹോദരൻ, എന്റെ ഭാര്യ ഒരു സഹോദരി. പാറമടയിൽ ഞാൻ ജോലി ചെയ്യുന്നു. വെള്ളം കുടിക്കാനെന്ന വ്യാജേനെ ഈ സഹോദരൻ സഹോദരിയുടെ വീട്ടിൽ ചെല്ലുന്നു. ഇപ്പൊ ഞങ്ങൾ ഈ സഹോദരനും സഹോദരിക്കും 4 മക്കളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള വീട്ടിൽ കേബിളിന്റെ കാശ് വിളിക്കാൻ, പത്രത്തിന്റെ കാശ് മേടിക്കാൻ, പാലിന്റെ കാശ് കൊടുക്കാൻ, പലിശയ്ക്ക് കാശ് തരാൻ പലരും പല പേരും പറഞ്ഞു വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടീമുകളെ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല. അന്ന് ഞാൻ ചേട്ടനെ കണ്ടതായി തന്നെ നന്നായി. ഞങ്ങളുടെ ചാനല് പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്നുണ്ട്, കുടിയന്മാരെ വെച്ച്. പാട്ടുകാരെ വെച്ചാവും ഐഡിയ സ്റ്റാർ സിംഗർ, കുടിയന്മാരെ വെച്ചാവും ഐഡിയ ബാർ സിംഗർ. 1-ാം സമ്മാനം ഞാൻ കൊണ്ടുപോകും. 1-ാം സമ്മാനം ഫ്ലാറ്റാണ്. ഫുൾ ടൈം ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കണ ഇവന്റെ ഫ്ലാറ്റ് ഇട്ടിട്ട് ചേട്ടാ, ഞാൻ കുറെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാം. അതെ, നീ ചോദ്യം ചോദിക്കുന്നു കൊള്ളാം, പക്ഷെ ഉത്തരം പറയാനുള്ള അവസരം എനിക്ക് തന്നെ. പിന്നെ ഞാൻ ചോദിച്ചത് എടാ, രണ്ടും പറയണ ആകുന്നു. അതാരാ? നമ്മുടെ ശ്രീകണ്ഠൻ നായർ. ചോദ്യം ചോദിക്കും, ഉത്തരം പറയാം, അവസാനം പറയും പറയും. അത് നമ്മൾ തമ്മിൽ പറഞ്ഞ പ്രോഗ്രാം അല്ലേ? അതിന് ശരിക്കും തമ്മിൽ തല്ലുന്ന ആ പരിപാടിയുടെ പേര് മനസ്സിലായി. ചേട്ടാ, ഇപ്പൊ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കാറില്ല. ഇന്ത്യ എന്നാണ് ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൽ കളിക്കുക? എന്റെ പൊന്നെ, അതിലും ഭേദം എന്നാണ് കോഴിക്ക് മുല വന്നെന്ന് ചോദിച്ചാൽ. അതെ, 2020 ക്രിക്കറ്റ് നമ്മൾ കപ്പ് നേടിയിട്ടുണ്ടപ്പോ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ധോണി ജേഴ്സി ഒരു വീശിയില്ല. അത് വേണം. ഇന്ത്യക്ക് എന്ത് കപ്പ് കിട്ടിയാലും നമ്മുടെ ജേഴ്സി നമ്മൾ ലോകത്തിന്റെ മുമ്പാകെ ഒരു വീശൽ, അത് അഭിമാനം. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് ലോകകപ്പ് കിട്ടണം? ഏത് ഇനത്തിൽ ലോകകപ്പ്
അഹങ്കാരം ഒന്നും വിചാരിക്കരുത്. സാനിയ മിർസ ഒന്ന് വേൾഡ് കപ്പ് നേടി കാണണം ആഗ്രഹമുണ്ട്. നേടിയിലും കുഴപ്പമില്ല, ജേഴ്സി ഒന്നും ഒരു വീശിയാലും മതി. നടക്കണമെന്നല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സാനിയ മിർസയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഓർത്തത്, അതായത് ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം സുഹൈൽ മാലിക് തമ്മിൽ വിവാഹം ചെയ്തല്ലോ. എന്നെ വിളിച്ചില്ല. പത്രത്തിലേക്ക് ഉണ്ടായിരുന്നേ. പത്രത്തിൽ കാണുന്ന കല്യാണത്തിന് ഞാൻ പോണ ഡെയിലി ഞാൻ കല്യാണത്തിന് കൊണ്ടുവരും. അല്ല ചേട്ടാ, അപ്പൊ അവർക്കുണ്ടാവുന്ന കുട്ടിയെ ഇന്ത്യയിൽ വളർത്തോ അതോ പാകിസ്ഥാനിൽ വളർത്തോ? ഇന്ത്യയിലും വളർത്തില്ല, പാകിസ്ഥാനിലും വളർത്തില്ല, പിന്നെ അമേരിക്കയിൽ വളർത്തും. അതാ ഇന്ത്യക്കും പാകിസ്ഥാനിടെ കിടന്ന് കളിക്കണതാരാ? അമേരിക്ക. അമേരിക്ക പച്ച മണത്തിൽ കിടക്കുന്ന സാധനം. പിന്നെ ചോദിക്കട്ടെ, അല്ല ഈ പത്രക്കാരൊക്കെ ഇവര് തമ്മിൽ മുൻകാല പ്രണയം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ സുഹൈൽ മാലിക് പറയാണ് കല്യാണത്തിന്റെ അന്നാണ് സാനിയ മിർസയുടെ മുഖം ശരിക്കും നേരിൽ കാണുന്നത്. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ സാനിയ മിർസയുടെ ടെന്നീസ് കളി കണ്ടവരാരാ അവരുടെ മുഖം കണ്ടത്? നീ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിന്റെ മുഖം കണ്ടറിയാൻ നീ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂല. ഞാൻ ഈ കേബിളിന്റെ പരിപാടിക്ക് നിർത്തിയിട്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോയാണ്. നീയാ? നിന്റെ പേരെന്താണ്? സുന്ദരൻ. സിബി മലയിൽ ഷാജി കൈലാസ്, ലാൽ ജോസ് എന്ന കിടിലും പേരുകളിട്ടിട്ട് വരെ മലയാളത്തിൽ സിനിമ കാണാൻ ആൾക്കാരില്ല. അത് ഞാൻ മലയാള സിനിമയല്ല, ഹിന്ദി സിനിമയാണ് എന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് എന്റെ പേര് ഞാൻ മാറ്റി. സുന്ദരൻ എന്നുള്ള പേര് മാറ്റി സുന്ദർലാൽ ഷെട്ടി. ഈ പേരിന്റെ അർത്ഥം എന്താണെന്നറിയത്? പേരിലേക്ക് എന്തിനർത്ഥം? അർത്ഥം ഉണ്ടെന്ന്. സുന്ദർ എന്ന് പറഞ്ഞാൽ അർത്ഥം. സുന്ദരൻ എന്ന് പറഞ്ഞാൽ സുന്ദരമായി. ലാൽ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ മലയാളത്തിൽ. ഹിന്ദിയിൽ ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. അപ്പൊ സുന്ദരമായ ചുവന്ന ഷട്ടി. അതാണ് മറ്റേ പേര്. അതിട്ടുണ്ട് ഒരു സിനിമ പിടിക്കാൻ പോയാ. ചേച്ചിക്ക് സർക്കാർ ശമ്പളമൊക്കെ ഉള്ളതല്ലേ? സർക്കാർ ജോലിയുള്ളതല്ലേ? ശമ്പളം വാങ്ങാൻ കണ്ടില്ല പ്രസൂതിയില്. നാണവും മാനമുള്ള ആളുകൾ ആരും ഈ മാസത്തെ സർക്കാർ ശമ്പളം മേടിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ വിടൂല. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ പോയി മേടിച്ചില്ല. നാണമില്ല മാനമില്ലാതെ തന്നെ. അതെന്താ? എടാ നീ ഇന്നത്തെ പേപ്പർ വായിച്ചില്ലേ? പേപ്പർ ഞാൻ വായിച്ചില്ല. പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തോടൊപ്പം ഈ മാസം പിടുത്തുണ്ടെന്ന്. നമ്മൾ വിടുവോ? ഈ ശിവനൊക്കെ പെങ്ങളെ അല്ല ചേട്ടാ, ഈ വീട്ടിലെ എന്റെ ചേട്ടൻ അമ്മയായിട്ട് ഭയങ്കര നിങ്ങൾ വലിയ തറവാട്ടുകാരാന്ന് പറഞ്ഞിട്ട് നിന്റെ ചേട്ടൻ ഇവിടെ ഈ വാടക വീടൊക്കെ കൂട്ടുന്ന. അതന്നെ അമ്മ ചേട്ടന് തമ്മി കണ്ട അടക്കാണ്. തമ്മി കണ്ട അടക്കാണ്. നിന്റെ അമ്മയും ചേട്ടനായിട്ട് തമ്മിൽ തമ്മിൽ കണ്ട അപ്പോൾ അടക്കും. നിന്റെ ചേട്ടന്റെ ഒരു തിലകണ്ണാണ്. കറക്റ്റാണ്. എങ്ങനെ മനസ്സിലായി? ഈ അമ്മയായിട്ട് ഉടക്കണമെങ്കിൽ തിലകണ്ണ് പേര് വേണം. അല്ലാണ്ട് വേറെ ആരും അമ്മയായിട്ട് ഉടക്കാൻ സാധ്യതയില്ല. അമ്മയുടെ മക്കളാരും അമ്മയായിട്ട് തിലകന്റെ പേരുണ്ടായാൽ പോയി പണി പാളിപ്പോയി. അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇതിനെടാ പോന്നെ കാശ് കൊടുത്ത് പുസ്തകം മേടിച്ചിട്ട് കരക്കാർക്ക് വായിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയണത് ജീവിത കഥ. അല്ലെങ്കിൽ നീ ഇവിടെ വന്നിട്ടുള്ള കാര്യമുണ്ടോ ഇവിടെ? അല്ല ചേട്ടാ, ഈ കല്യാണത്തിന്റെ ഈ പെണ്ണിന്റെ അച്ഛൻ രണ്ടുപേരുടെ കൈകുട്ടി ഇങ്ങനെ പിടിപ്പിച്ചില്ല. അതിന്റെ ആ ചടങ്ങിന്റെ അർത്ഥം എന്താ? ചടങ്ങൊന്നുമല്ല. നീ ESPN കാണാറുണ്ടോ? കാണാറുണ്ട്. ട്രെൻഡ് സ്പോർട്സ് കാണാറുണ്ടോ? കാണാറുണ്ട്. അതിനകത്തൊക്കെ വലിയ വലിയ റെസ്ലിംഗും ഗുസ്തി നടക്കണേക്കുമ്പോ ശത്രുക്കൾ ഇങ്ങനെ പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് പൊരിഞ്ഞ യുദ്ധം. ഞാൻ നോക്കിയിട്ട് വേറൊരു ആചാരം അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട്. ചേട്ടാ, ചേച്ചി അവിടെ പോയി. അവള് ബ്യൂട്ടി പാർലറിൽ പോയേക്കാല്ലേ? എന്തിന്? മുടി നേരെയാക്കാൻ. അപ്പൊ ചേട്ടന് ചേട്ടന് നേരെയാക്കാൻ പറ്റില്ലേ? അവളെ നേരെയാക്കാൻ പറ്റില്ല. പിന്നെ എടാ എന്തോരാൾക്കാരാ പറയുമ്പോ രാത്രി എന്റെ പുറത്ത് ചവിട്ടിയിട്ട് പോകുന്നത്. അത് ചിലപ്പോ നിഴലായിരിക്കും ചേട്ടാ. നിഴല് ചവിട്ടി ഈ മാതിരി നീര് വരാണ്. അതെ, ചേച്ചി വന്നിട്ടല്ലോ. എടാ നീ അത് വെളുത്ത് തൊടുത്ത് ചോന്ന് തൊടുത്ത് സ്ലിം ഡോഗ് ആയി പോയത്. നീ സ്ലിം ഡോഗ് അല്ലേ? സ്ലം ഡോഗ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. എന്ത്? നീ നല്ല ഗ്ലാമറായിട്ട് എന്റെ പുതിയ ക്ലിക്ക് ചെയ്ത് എന്തായാലും ഞാൻ സക്സസ്ഫുള്ളാ. സക്സസ്ഫുൾ അല്ല, സക്സസ്ഫുൾ. അതായത് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുമ്പോ നോക്കി സൂക്ഷിക്കണം. അല്ല അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളൂ. നീ എന്തൊക്കെ അറിയില്ലാതെ ചേച്ചി അറിഞ്ഞില്ലേ? അപ്പുറത്തെ വീട്ടിലെ രമണിയില്ലേ? രമണിയുടെ മോളില്ലേ? അവള് ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ ഒളിച്ചോടി പോയി. ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കുടുംബം കലങ്ങിയപ്പോ അവർക്ക് സൂപ്പർ ലോട്ട് അടിച്ച പോലെ. എന്റെ ചേട്ടാ, അവർക്ക് അങ്ങനെ തന്നെ വേണം. അവിടെ പരദൂഷണത്തെ അടിച്ചെന്നറിയോ? ഞാൻ ആ പത്രക്കാരനോട് വേണ്ടി ആ പാലയാറിന്റെ ഒരു ദിവസം മൂന്നാർ പോയി നിന്നു. ഞാൻ അവിടെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കി. എന്റെ ഫോട്ടോ നെറ്റിൽ വരുമെന്നാണ് പറഞ്ഞുണ്ടാക്കി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഉണ്ടായിട്ടില്ല? ചേട്ടൻ കണ്ടിട്ടാ? ചേട്ടന് അതൊക്കെ പോട്ടാ. നീ ഇവിടെ ഒന്നും പറയേണ്ട കാര്യം എന്താ? നമുക്കുണ്ടല്ലോ ഒരു മോള്.
നിനക്കൊരു കുടുംബം എനിക്ക് എത്ര പ്രാവശ്യം ഇട്ടൂടാ? എനിക്ക് കാശും കൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ. പോടാ, ഇറങ്ങി പോടാ. ചേട്ടാ ചേട്ടാ, അവളെ മോളോടിച്ചോടി പോയത്. അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇന്നിപ്പോ അതിനെ പിടിച്ച് കയറിക്കോ. ഇനി വേറെ ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക്. നമ്മുടെ മോൾക്ക് ഇവിടെ ട്യൂഷൻ ഉണ്ടാകും. ഈശ്വരൻ നിങ്ങൾക്കറിയാൻ പാടില്ലേ? നമ്മുടെ മോളെ എത്ര സെന്ററിൽ പഠിക്കണം? അവള് 9th സെക്കൻഡ് ഇയർ ആണ്. 2 വിഷയത്തിൽ പൊറോട്ട നിങ്ങൾ ട്യൂഷൻ അറിഞ്ഞാൽ നിങ്ങൾ ചെയ്തോ? ട്യൂഷൻ മാത്രം കൊണ്ട് നമുക്ക് ട്യൂഷൻ ഉണ്ട്. ആരാണ് അവളുടെ ട്യൂഷൻ മാഷ്? രാജേഷ് മാഷ്. ആര്? രാജേഷ് മാഷ്. അമ്മയുടെ വായുന്ന തേൻ മോളുടെ ട്യൂഷൻ മാഷായിരുന്നു. ഏത് സമയത്താണ് അവനോട് ഒന്ന് ട്യൂഷൻ എടുക്കണം? ഐ മീൻ വിച്ച് ടൈം ഓഫ് ഇന്ത്യ? രാജേഷ് മാഷ് സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലൊന്ന് കുറിച്ച് റെസ്റ്റ് ചെയ്ത് രാത്രി ഒരു 8 മണിക്കാണ് ട്യൂഷൻ എടുക്കുന്നത്. 8 മണി. ദാറ്റ് മീൻസ് 8 PM. യെസ്. അച്ഛൻ അടിക്കുന്ന ബ്രാൻഡിയുടെ പേരും മോളുടെ ട്യൂഷൻ സമയം കറക്റ്റ് സാധനം 8 PM. വാതിൽ അടച്ചിട്ടാണോ തുറന്നിട്ടാണോ? ഐ മീൻ ഡോർ ഓപ്പൺ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ? എന്റെ മനുഷ്യ വാതിൽ തുറന്നിട്ട് പുറത്ത് ഡിസ്റ്റർബൻസ് അകത്തേക്കൂല്ലേ? അപ്പൊ അതുകൊണ്ട് വാതിൽ അടച്ചിട്ടാണ് ട്യൂഷൻ എടുക്കുന്നത്. ഈ സമയം മാഡം എന്തൊക്കെയായിരിക്കും? ഞാൻ സീരിയല് കാണാതിരിക്കും. മാനസപുത്രി, സിംഗർ. പ്രായപൂർത്തിയായ ഒരു മോൾക്ക് പ്രായപൂർത്തിയായിട്ട് രാത്രി 8 മണിക്കൊന്ന് വാതിലടച്ച് കുറ്റിയിട്ടിരുന്ന് തുണി എടുക്കുമ്പോ ഉത്തരവാദിത്തപ്പെട്ട അമ്മ കാര്യായം സീരിയലാണ്. വേറെ വഴിയില്ല. അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. ഒന്ന് കൊല വിളിക്കുന്നു ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഏത് വിഷയമാണ് അവൻ പഠിപ്പിക്കുന്നത്? ഐ മീൻ വിച്ച് സബ്ജക്ട് ഓഫ് ഇന്ത്യ? ബയോളജി. ഈ സമയം മാഡം പോയാ സീരിയല് കാണാൻ ഭർത്താവിന് ഇരിക്കാൻ വേണ്ടി പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽക്കുക. ചുമ്മാ കയറി ഇടിച്ചു കൊടുത്താൽ മതി. ഡ്യൂട്ടിയിൽ കിടക്കാം. ഡ്യൂട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നലെ അവൻ ഏത് ലെസനാണ് പഠിപ്പിക്കാൻ? വിച്ച് പാഠം ഓഫ് ഇന്ത്യ? പരാഗണവും പരപരാഗണവും. പിഴച്ചു പോയല്ലോ കർത്താവ് എന്റെ മുമ്പ്. പരാഗണമെങ്കിൽ കുഴപ്പമില്ല. പരാഗണം പറയാനിട്ട് പരപരാഗണം. ഈ സമയം മാഡം പ്രായപൂർത്തിയായ ഒരു മോൾക്ക് രാത്രി 8 മണിക്ക് വാതിലടച്ച് കുറ്റിയിട്ടിരുന്ന് കണ്ണി കണ്ടവും വന്ന് പരാഗണവും പരപരാഗണവും പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അമ്മ സീരിയല് കാണും. ഇങ്ങനെ പ്രായപൂർത്തിയ ഒരു മകളെ പ്രായപൂർത്തിയ ചെറുപ്പക്കാരെ ചൂഷെടുക്കുമ്പോ അതീവ സുന്ദരിയായി നിങ്ങൾ എവിടെ ആയിരിക്കും സമയത്ത്? ഞാനും കൂട്ടുകാരും കൂടി അങ്ങനെ കള്ള് ഷോപ്പിലുണ്ടാവും. കള്ള് ഷാപ്പിലായിരിക്കും. വേറെ നിവൃത്തിയില്ല. ആർക്കും കിട്ടാത്ത പോലെയാണ്. ഈ തല്ലുകൊള്ളാത്തവരാരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചിരിക്കാണ്ടിരിക്കും. മനസ്സിലായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആത്മകാര്യത്തിരിക്കണ്ട പുള്ളിക്ക് ഇതുവരെ കിട്ടാത്ത പോലെ. ഞാൻ കണ്ടുണ്ട് മുൻചിരുത്തി നല്ല ഇട്ടിരിക്കുന്നു. ഞാൻ കെക്കെന്നും പറയാൻ പോയില്ല. നല്ല ഇട്ടിരിക്കാറുണ്ട്. എനിക്കറിയാം. ഇതിന്നൊരു കാര്യം മനസ്സിലായില്ലേ? വയ്യാത്ത പട്ടി കയ്യാല കയറാൻ നിൽക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരെ അവളുടെ തല്ല് തീർന്നിട്ടില്ല.